ആദ്യ ആരോപണവും പൊളിഞ്ഞു. 3 വ്യാജ കേസുകളിലും രാഹുലിന് ജാമ്യം. പാർട്ടിയിലെ തന്റെ അപ്രമാദിത്യം ഉറപ്പിക്കുക, പിണറായി വിജയന് 3ാം തുടർഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വി.ഡി. സതീശൻ ആരംഭിച്ച ലിങ്കറി വിപ്ലവത്തിന് കോടതിയിൽ നാണംകെട്ട തിരിച്ചടി. തന്റെ ഈ യജ്ഞത്തിനായി തേൻകണി സതീശൻ രാഹുലിനെതിരെ ആദ്യം ഇറക്കിയ സതീശന്റെ കൂട്ടുകാരിക്കാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടി നേരിട്ടത്. തന്നെ ബലാത്സംഗം ചെയ്തു, നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയയാക്കി എന്ന് കാണിച്ചായിരുന്നു വലിയ നാടകങ്ങൾക്കൊടുവിൽ ഇവർ വിജയന് നേരിട്ടെത്തി പരാതി നൽകിയത്. ഈ കേസിൽ മാധ്യമ ജഡ്ജിമാരുടെ അഴിഞ്ഞാട്ടം ഒരു പരിധിവരെ സെഷൻസ് കോടതിയെ ബാധിച്ചു എന്ന് വേണം കരുതുവാൻ. അങ്ങനെ സെഷൻസ് കോടതിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുകയും അപ്പോൾ തന്നെ തേങ്കണി സതീശൻ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ റേപ്പ് നിലനിൽക്കില്ല, ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കെട്ടിച്ചമച്ച കേസാണ് എന്ന് ബോധ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് നോട്ട് ടു അറസ്റ്റ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും രാഹുൽ പാലക്കാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടടക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിശദമായ വാദം കേട്ടിട്ടാണ് രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയത്. പരാതിക്കാരി ഈ കേസിൽ കക്ഷി ചേരുകയും രാഹുലിന് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന് തീവ്രമായി കോടതിയിൽ വാദിച്ചിട്ട് പോലും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് മുൻകൂർ ജാമ്യം നൽകുകയായിരുന്നു. മാർച്ച് 17 തന്നെ ക്രൂരമായി രാഹുൽ ബലാത്സംഗം ചെയ്തു എന്ന് പരാതി പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് 2ാം ദിവസം ക്രൂരമായി ബലാത്സംഗം ചെയ്ത വ്യക്തിയുടെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ എന്തിനാണ് പോയത് എന്ന് കോടതി ചോദിച്ചതോടുകൂടി തന്നെ വ്യാജ പരാതിക്കാരിയുടെ ചീട്ട് കീറി. അതിനു മുമ്പും ശേഷവും പരാതിക്കാരി രാഹുലുമായി നടത്തിയ സല്ലാപങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ ഒന്നൊന്നായി രാഹുലിന്റെ വക്കീൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രോസിക്യൂഷന്റെ അണ്ണാക്കിലും പിരിവെട്ടി. അവിവാഹിതനായ രാഹുൽ ഒരു വിവാഹിതയായ സ്ത്രീ അങ്ങോട്ട് താല്പര്യം കാണിച്ചു ചെന്നപ്പോൾ സൗഹൃദം കൂടിയതിൽ എന്താണ് തെറ്റെന്നും കോടതി നിരീക്ഷിച്ചു. സാധാരണ കേസുകളിൽ ബഹുമാനപ്പെട്ട കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ പറയാറുള്ള കണ്ടീഷനുകൾ മാത്രമാണ് ഈ കേസിലും കോടതി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ രാഹുലിനെ ഈ കേസിൽ അന്വേഷണത്തിന് വിളിപ്പിച്ചാൽ അത് രാവിലെ 10 മണിക്ക് ശേഷമായിരിക്കണമെന്നും വൈകിട്ട് 4 മണിക്കുള്ളിൽ തന്നെ തിരികെ അയക്കണമെന്നും അറസ്റ്റ് ഉണ്ടായാൽ ആൾജാമ്യത്തിൽ വിട്ടയക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതോടെ തേങ്കണി സതീശൻ ഇറക്കിയ 3 വ്യാജ പരാതികളിലും രാഹുലിന് ജാമ്യം ലഭിച്ചു. മറ്റു 2 കേസുകളിൽ കഴമ്പില്ല എന്ന് കണ്ട് കീഴ്ക്കോടതിയിൽ നിന്ന് തന്നെ രാഹുലിന് ജാമ്യം ലഭിച്ചിരുന്നു. തുടരെ വ്യാജ പരാതികൾ കൊടുത്ത് രാഹുലിനെ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് തേങ്കണി സതീശൻ നടത്തി നോക്കിയത്. എന്നാൽ അതെല്ലാം കൂട്ടത്തോടെ പാളിപ്പോയി. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു താനും പരാതിക്കാരികളും തമ്മിലുണ്ടായിരുന്നതെന്നും ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ പരാതി നൽകിയതാണെന്നും കേസ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നുമായിരുന്നു രാഹുലിന്റെ വാദം. ആ വാദം ഇപ്പോൾ ഇതാ ശരിയായിരിക്കുകയാണ്. ഇനിയും മറുപടി പറയേണ്ടുന്നത് നെട്ടൂരിലെ ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ ഉമ്മൻചാണ്ടിയെ അടക്കം തേൻകണിയിൽപ്പെടുത്തിയ പഴയ ആ കീറിയ നിക്കറിട്ട് താരകേശന്റെ ഭാര്യയുടെ അടുത്ത് പോയ ആ ലാംബി സതീശനാണ്. അവന്റെ എവിടുത്തെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഈ നടപടികളെല്ലാം എടുത്തതെന്ന് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിച്ചിട്ട് വേണം അവന്റെ ഇനിയുള്ള കേരളം മുടുപ്പീര് യാത്ര. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സതീശന്റെ കള്ളപ്പണം വാങ്ങി തിന്നിട്ട് രാപകലില്ലാതെ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ യാതൊരു പ്രാധാന്യവും രാഹുലിന്റെ ഭാഗത്താണ്. സത്യമെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കോടതി ഇന്ന് നൽകിയ മുൻകൂർ ജാമ്യത്തിന് യാതൊരു വിലയും നൽകിയില്ല, പ്രാധാന്യവും നൽകിയില്ല. എന്നാൽ അന്ന് രാഹുലിനെ കൊന്നുകൊല വിളിച്ച ചില യൂട്യൂബർമാർ ഇന്ന് രാഹുലിനു വേണ്ടി രാഹുൽ മുത്താണ്, തങ്കമാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് എന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അതുപോലെ ഇത് ITV ന്യൂസിന്റെ പ്രേക്ഷകരുടെ കൂടി വിജയമാണ്. കാരണം പ്രേക്ഷകരായ നിങ്ങൾ കഴിഞ്ഞ 200 ദിവസങ്ങളായി രാഹുലിനു വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും രാഹുലിനെ എല്ലാവരും ചേർന്ന് കൊന്നുകൊല വിളിച്ചപ്പോൾ, രാഹുലിനെ ഒരു കുറ്റവാളി എന്ന് മുദ്രവെച്ചപ്പോൾ പോലും അന്നും ഇന്നും ITV ന്യൂസ് രാഹുലിന് വേണ്ടി നിലകൊണ്ടു. രാഹുലിനെതിരെ 3 കേസുകളെ വന്നുള്ളൂ. എനിക്കെതിരെ 4 ജാമ്യമില്ലാ വകുപ്പുകളിട്ട് കേസ് ചാർത്തി എന്നെ നിശബ്ദനാക്കാൻ ശ്രമിച്ചപ്പോൾ പോലും ഞങ്ങൾ ഒരൊറ്റ ദിവസം പോലും ശബ്ദിക്കാതിരുന്നില്ല. എല്ലാ ദിവസവും ഞങ്ങൾ വാർത്തകൾ രാഹുലിനു വേണ്ടി സംരക്ഷണം ചെയ്തുകൊണ്ടേയിരുന്നു. അത് രാഹുലിനു വേണ്ടിയല്ല, ആ ഒരു നിലപാടിന്റെ ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ
അപ്രകാരം ചെയ്തത്. അതുപോലെ രാഹുലിനെതിരെയുള്ള വ്യാജക്കേസുകൾ കോടതിയിൽ പൊളിഞ്ഞപ്പോൾ ഇനി ഷാഫിക്കെതിരെ ഈ തേൻകണിക്കച്ചൻ പണി തുടങ്ങി കഴിഞ്ഞു. ഒരു കണക്കിന് ഷാഫിക്ക് അത് തന്നെ വേണം. കാരണം രാഹുലിനെ ഈ തേങ്കണി സതീശൻ കൊടുക്കുവാൻ നോക്കിയപ്പോൾ ഒരക്ഷരം ഉരിയാടാതെ പ്രതികരിക്കാതെ നട്ടല് പണയം വെച്ച് സതീശന്റെ ചെരുപ്പ് നക്കാൻ കുനിഞ്ഞു നിന്ന ഷാഫിക്ക് ഇത് തന്നെ കിട്ടണം എന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. ഇനി കോൺഗ്രസ് നേതൃത്വം പറയണം, ഈ രാഹുൽ മാങ്കൂട്ടത്തോട് നീയൊക്കെ എന്ത് പ്രായശ്ചിത്തം ചെയ്യുമെന്ന്. രാഹുലിന് നീതി തേടി i2i ന്യൂസ് ആരംഭിച്ച മിഷൻ 250യുടെ 122ാം ദിനമായി ഇന്ന് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. സാർ, എന്റെ പേര് മണി എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ കൂനമ്മാവ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ കുറെ ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ക്രൈമിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്, നന്ദകുമാർ സാറിന്റെ കൂടെ ചെറുതായിട്ട്. ഇപ്പില്ല അതിന്റെ അകത്ത് കേട്ടോ. ഞാൻ ഈ രാഹുൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ നേരത്തെ രാഹുൽ സാറിന് ഒരു ഫോൺ ചെയ്തിരുന്നു കുറെ നാൾ മുമ്പ്. അതായത് ഒരു കുറച്ച് നാൾക്ക് മുമ്പാണ്. അദ്ദേഹം രണ്ടാമത് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ കോൾ ചെയ്തത്. അന്നേരം പുള്ളിയായിട്ടല്ല, മറ്റേ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുമായിട്ടാണ് സംസാരിക്കാനിടയായത്. സാർ, ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പറവൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരാളാണ്. ഞങ്ങളുടെ MLA VD സതീശൻ എന്ന് പറയും. ഞാൻ ഒരു 13ാമത്തെ വയസ്സ് തുടങ്ങി, എനിക്കിപ്പോ 64 വയസ്സുണ്ട്. 13ാമത്തെ വയസ്സ് തുടങ്ങി കോൺഗ്രസ്സുകാരനാണ്. ഞാൻ KSUക്കാരനായി തുടങ്ങി. അതായത് ദേവരാജ് അരശ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം തുടങ്ങി. അന്ന് ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ അങ്ങോട്ട് നിന്ന് ഈ സതീശനാണ് ഇതിന്റെ പിന്നിലുള്ള ബലമായ സംശയമൊന്നല്ല, ബലമായ തെളിവാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് എന്താ, എനിക്ക് സതീശൻ എന്ന് പറയുന്നത് അച്ഛന് തുല്യല്ല. ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ, സതീശൻ പറഞ്ഞ എന്റെ മകള് പറഞ്ഞാൽ ഒരച്ഛൻ എന്ത് ചെയ്യോ അത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നു. ഇതിന്റെ മുഴുവൻ ഇതും ചെയ്തിരിക്കുന്നത് സതീശൻ തന്നെയാണ്. ആ ഉത്തമ ബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ നമ്മൾ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് വേണ്ടതാണ്. ഞാൻ എന്റെ അഭിപ്രായത്തിൽ എന്നെ കൊണ്ട് കഴിയുന്നത്, എനിക്കും പാലക്കാട് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞാനൊരു ബിസിനസ്സിൽ നിൽക്കുന്ന ആൾ, കുറെ അധികം സുഹൃത്തുക്കളുണ്ട്. അവരുമായിട്ടൊക്കെ സംസാരിച്ചു വന്നപ്പോ ഈ മാങ്കൂട്ടത്തിനോട് ഭയങ്കര താല്പര്യമുള്ള ആളുകളാണ് അവിടെ. അദ്ദേഹം ഇവര് സീറ്റ് കൊടുത്തില്ല എങ്കിലും സ്വതന്ത്രനായി മത്സരിക്ക തന്നെ വേണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം മാറിക്കൊടുക്കരുത്. ഇവര് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചേട്ടെ, കോൺഗ്രസ്സുകാരനായിട്ട് നിന്നോട്ടെ, വേറെ വിഷയമൊന്നുമില്ല. കോൺഗ്രസിന്റെ ലേബൽ ഇല്ലെങ്കിലും മതി. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, ഞാനും ഒരു കോൺഗ്രസ്സുകാരനല്ലേ. നമുക്ക് ഇവിടെ എന്തെങ്കിലും മെമ്പർഷിപ്പോ വല്ലതും ഉണ്ടാകും. നമുക്കൊരു മെമ്പർഷിപ്പും ഇല്ല. ഇപ്പോ കോൺഗ്രസ്സുകാരൻ മനസ്സിൽ നിന്നും കോൺഗ്രസ് ആയിട്ട് നിന്നോട്ടെ. പക്ഷെ അദ്ദേഹം മത്സരിക്കണം എന്നാണ് പറയുന്നത്. ഇവനെയൊക്കെ താന്ന് കൊടുക്കരുത്. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ വടുവ. എന്റെ ഭാഷ എനിക്ക് പറയാൻ പാടില്ല. അത് നിഘണ്ടുവിലി ഇല്ലാത്ത ഒരു ഭാഷയെ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ അനിയൻ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് എന്റെ നാവ് കൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അദ്ദേഹം ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഇതൊക്കെ നമുക്കറിയാവുന്നതല്ല, നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണല്ലേ, വാർത്തകൾ വായിക്കുന്നവരല്ലേ. രമേശ് ചെന്നിത്തലയെ കുറിച്ചൊക്കെ കരുണാകരനോട് ചെയ്തത് എന്താ? ഒരു ക്രൂരതയല്ലേ കരുണാകരനോട്? ചതിയാണ് ചെയ്തവനാ. കരുണാകരനെ ചതിച്ചതാ രമേശ് ചെന്നിത്തല. വളർത്തിയത് കരുണാകരനെ കമത്തി അടിച്ചു കൊടുത്തത് ഈ രമേശ് ചെന്നിത്തലയാണ്. അപ്പൊ എന്നിട്ട് ഇപ്പോ ആ പയ്യൻ വളർന്നു അവന്റെ പുറമൊക്കെ അടിച്ചു പൊളിച്ചിട്ടതാ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ. അദ്ദേഹത്തിന്റെ പുറം കാണണം. ഒരിക്കൽ ഞാൻ ആ വീഡിയോ കണ്ടതാണ്. പുറമൊക്കെ അടിച്ചു പൊളിച്ചു. കോൺഗ്രസിന് വേണ്ടി, അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണോ? കോൺഗ്രസിന് വേണ്ടിയല്ലേ ആ പയ്യൻ അടി കൊണ്ടത്. എന്നിട്ട് ഇപ്പൊ കോൺഗ്രസ്സുകാർ ആരെങ്കിലും ആ പയ്യന്റെ അവന്റെ അമ്മയൊക്കെ എന്ത് കരച്ചിലായിരിക്കും. നമുക്കൊക്കെ അമ്മയും പെങ്ങന്മാരും എന്ത് കരച്ചിലായിരിക്കും ആ അമ്മയും പെങ്ങളും. അവരും സ്ത്രീകൾ, അവർക്കും പുറത്തിറങ്ങി നടക്കണ്ടേ? ഈ ദുഷ്ടന്മാർ, ഇവര് കോൺഗ്രസ്സുകാരല്ല, ഇവര് ദുഷ്ടന്മാരാ. കോൺഗ്രസ്സുകാരല്ലേ ഇവന്മാർ ദുഷ്ടന്മാർ. സന്തോഷം അങ്ങ് ഇതില് ഇത്രയോളം എഫക്ട് എടുക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ ഈ ഇലക്ഷന് ഞാൻ പാലക്കാട് പോയി രാഹുൽ വേണ്ടി പ്രവർത്തിക്കും. തീർച്ചയായും എനിക്ക് കുറെ സുഹൃത്തുക്കളുണ്ട് അവിടെ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയി നിന്ന് വർക്ക് ചെയ്യും. അത്രയും മനസ്സിന് അത്രയും ഇതുണ്ട് സാറേ. ഓക്കെ, അങ്ങനെയായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്ദി. എന്റെ പേര് സരസമ്മ. ഞാൻ ഇടുക്കിന്ന് വിളിക്കുന്നത്. ഞാനൊരു പാവപ്പെട്ട വീട്ടിലൊരു കർഷക തൊഴിലാളി എന്ന് പറയാൻ പറ്റിയല്ലോ, ഇപ്പം പ്രായമായ ഒരാളാ. സാറിന്റെ യൂട്യൂബ് ചാനൽ എപ്പോഴും ഞാൻ കാണാറുണ്ടേ. അപ്പൊ മാങ്കൂട്ടം ഇപ്പം തിരിച്ചു വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി കള്ളക്കേസൊന്നും ഉണ്ടാക്കി മാങ്കൂട്ടത്തിനെ ആരും ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്നൊരു പ്രാർത്ഥനയുള്ളൂ.
ഞാൻ മാങ്കൂട്ടത്തെ കുറിച്ച് പഠിച്ചപ്പം മാങ്കൂട്ടത്തിന് പകരം വെക്കാൻ വേറൊരാളില്ല സാറേ. ഞാൻ സിനിലാണ്, കാനഡയിൽ നിന്ന് വിളിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി അവന് യാതൊരുവിധ കുറ്റവും ചുമത്തിയിട്ടില്ല. അവൻ ചെയ്തെന്ന് പറയുന്ന ക്രൈം അങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഇത് കോടതി കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഈ കല്യാണം കഴിച്ചവര് ഭർത്താവ് നിലനിൽക്കെ മറ്റുള്ളവന്മാരുടെ കൂടെ പോകുമ്പോൾ അതിനെ പീഡനമല്ല ബലാത്സംഗമല്ലെന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നു. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നാട്ടില് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരനായിട്ട്. വേറെ ഒരു മുഖ്യമന്മാരും ഇതിനൊന്നും നടന്നിട്ടില്ല. യേശു ക്രിസ്തു പറഞ്ഞ കണക്ക് പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുതിന് ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ പീഡനം നടത്തി കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊച്ചുങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്നവന്മാരും ഇപ്പം മന്ത്രിസഭയിലിരിക്കുന്നു. എന്നിട്ട് അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഒരു കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ, മറ്റവന്മാര് കല്യാണം കഴിച്ച പിള്ളേരും ഉള്ളവന്മാരാ. ഇത് ചെറുപ്പക്കാരൻ 10-38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. അവൻ ആ ചെറുപ്പത്തിന്റെ തളത്തിൽ ചെയ്തു. അവൻ MLA ആയതിനു ശേഷമല്ലല്ലോ, ആ MLA ആവുന്നതിന് മുമ്പുള്ള കാര്യങ്ങളല്ലേ. അത് മനസ്സിലാക്കാൻ കഴിയില്ലാത്ത കോൺഗ്രസിന്റെ നേതൃത്വം എന്തുവാ? എന്തോ നേതൃത്വം എന്തോ VD സതീശൻ എന്ന് പറയുന്ന ആ നെറ്റ്വർക്കൊക്കെ ചെയ്യും. അവനെന്തുവാ? അവൻ കസവ് കൊണ്ടും ഒടിയാത്തം കൊണ്ട് ഇപ്പൊ ഇത്രയും വലിയ യാത്ര നടത്തിയിട്ട് അവൻ മുഷിഞ്ഞതായിട്ടോ ഉയർത്തതായിട്ടോ അവൻ്റെ തോളയിലൊരു തോർത്ത് പോലും കണ്ടില്ല. സാധാരണ ഷാളൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. ഷാള് മീൻസ് തോർത്ത്. ഈ നടക്കുമ്പോൾ വിയർക്കുമ്പോൾ മുഖം തുടയ്ക്കുന്നതിനൊക്കെ നമ്മൾ പണ്ട് ഇതേപോലെ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ നേതാക്കന്മാർ മുഖമൊക്കെ തോന്നിട്ട് മൊത്തം മുഷിഞ്ഞൊക്കെയാണ് വരുന്നത്. ഇത് ഇവനെപ്പോഴും ഓടി ഒഴിഞ്ഞിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ സാധനങ്ങൾ മാറാനായിട്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ കള്ളപ്പണം കൊണ്ട് ഇവൻ അവാർഡും വാങ്ങി. എന്തടിസ്ഥാനത്തിലാണ് ഇവൻ എന്ത് വാർത്തകൾ സൃഷ്ടിച്ച് ഈ 2025 നമ്മുടെ നിയമസഭയിൽ മാപ്പ് പറഞ്ഞതാണ്? ഈ ലോകത്തിൽ ആദ്യമായിട്ട് കേരള നിയമസഭയിൽ ഭരണപക്ഷത്തിന് മുന്നിൽ ഏത്തയിട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഇതാണ് അവാർഡ് കൊടുത്തതിൻ്റെ. അല്ല, അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക. നാട്ടിൽ എത്രയും നല്ല ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. നിങ്ങളിപ്പം സുനിൽ പറഞ്ഞ കണക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ 2025 അവൻ വാർത്താതാരം തന്നെയായിരുന്നു. അവനെ കള്ളക്കേസി കൊടുക്കുക, എന്നിട്ടും അവൻ വാർത്തകൾ നിറഞ്ഞു നിന്നവനാണ്. അപ്പോൾ അവനെ പരിഗണിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അവൻ ഈ ലോകത്തിൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കണക്ക് ഇന്ത്യയിലെ ഭരണഘടനയിൽ പറയുന്നതിന് അതീതമായിട്ടൊന്നും അവൻ പ്രവർത്തിച്ചിട്ടില്ലെന്ന് അവൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് വേറെ കാര്യമില്ല. എന്നിട്ട് ഇത് കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഈ കോൺഗ്രസ്സുകാരെന്നുമായി കുറെ കുണ്ടന്മാര് പറയല്ലേ, എന്തോ തക്കാളി കണ്ണെന്നും പറഞ്ഞ ഒരു അവനാ പോയി അവന്റെ കൊച്ചുമക്കളെ കളിപ്പിച്ച് വീട്ടിലിരിക്കേണ്ട ഇവന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞ എന്താണ് അവന് അധികാരം? എന്ത് മേൽമേ? ഇവൻ ഒന്നാം നമ്പർ ഫ്രോഡാണ് ഈ രമേശ് ചെന്നിത്തല. പണ്ടവൻ സിക്കിമിലും അവിടെ ഇവിടെയൊക്കെ പോയി ആൾക്കാരെ പറ്റിച്ചത്, കരുനാഗപ്പള്ളി ഒരാളിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് കൊടുത്തിട്ടില്ല. അതൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ. അന്ന് ഇവൻ വെറും ഗുണ്ടയാണ്. എന്നിട്ട് ഇയാളിപ്പം വലിയ പതിവ്രത പറഞ്ഞു വന്നിരിക്കുന്നു. അയാളെക്കുറിച്ച് വേറെ ഒരു സ്ത്രീ പറഞ്ഞല്ലോ, ആരാൻ്റെ പെണ്ണുങ്ങളെ കുറിച്ച്. പെണ്ണുങ്ങളെ ഇയാൾ എന്തൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞെന്നുള്ളൊരു ഈ ഐറ്റിക്കത്തിനെ കേട്ടല്ലോ. അങ്ങനെ അവൻ രാഹുൽ മാങ്കൂട്ടത്തിന് മര്യാദ പഠിപ്പിക്കുന്നു. ഇവനൊക്കെയെന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ, ഷാബി പറമ്പൽ അങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാർ വന്നു കഴിഞ്ഞാൽ ഈ മുതുക്കന്മാരെല്ലാം പുറത്താവും.
അതിന് ഇവർ ഒരു മുഴ മുന്നേ എറിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഈ ഇന്നാളൊരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. എന്തോ ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് പത്രസമ്മേളനത്തിൽ ആക്ഷേപിച്ച മാരണനഷ്ടത്തിന് കേസ് കൊടുത്ത ആ സ്ത്രീയെ കണ്ടപ്പം തൊഴുന്നു ഈ തക്കാളി കണ്ണന്. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ഈസി ആയിട്ട് വാക്കോവറാണ് ഇപ്പം ഭരണം. അത് കുളമാക്കിയ ഇതിപ്പം BJP-കാരൊക്കെ ഗുണം ചെയ്യത്തുള്ളൂ. എന്തായാലും ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യത്തില്ല. ഇപ്പം കോൺഗ്രസിന് വോട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം കോൺഗ്രസ് ജനങ്ങൾ ഉദ്ദേശിക്കുന്നുള്ള സ്ഥാനാർത്ഥികൾ വരണം. ഇപ്പം പാലക്കാട് രാഹുൽ മങ്കുടത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ, അവനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അത് കേരളത്തിൽ പല ഓളങ്ങളും സൃഷ്ടിക്കും. ഇനി എത്ര ജയിക്കുന്നവനെന്ന് പറയുന്നവർക്കും ഭൂരിപക്ഷം കുറയും. പല ആൾക്കാരും തോക്കും. VD സതീശൻ തോറ്റിരിക്കുക. അയാൾ ഇനി കേരളത്തിൽ 140 സീറ്റിൽ എവിടെ നിന്നാലും അവൻ തോക്കും. അവനെ തോപ്പിക്കും ആൾക്കാർ. അവന്റെ കൂടെ നിൽക്കുന്നവർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ 10, 40, 100 പേര് വെച്ച് ഇയാളെ മണ്ഡലത്തിൽ വന്ന് ഇയാളെ തോപ്പിക്കാൻ നിൽക്കും. എന്ന് വെച്ചാൽ അത്ര ദുഷ്ടനാണ്. ഇപ്പം തന്നെ ഈ കോടതിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഇത് കിട്ടിയിട്ട് പോലും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കേസിൽ കോടതി അവനെ കുറ്റക്കാരനായിട്ട് കണ്ടിട്ടില്ല. ഇനി കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ അടുത്ത നടപടികളെടുക്കും. ഇപ്പം അവനെ പാർട്ടിക്ക് തിരിച്ചെടുത്ത് പാർട്ടിയിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അവനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസ് സ്വാഹ. നോക്കിക്കോ, അതിനകത്ത് നേട്ടം ഉണ്ടാക്കുന്നത് BJP-കാരായിരിക്കും. അതിനകത്ത് നിങ്ങൾ എഴുതി വെച്ചു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് അവനെ മത്സരിപ്പിച്ചിട്ടില്ലെങ്കിൽ 100% കോൺഗ്രസും LDF-ഉം സ്വാഹ. ആർക്കും ഭൂരിപക്ഷം കിട്ടത്തില്ല. നോക്കി, ഇത് നിങ്ങൾ എഴുതി വെച്ചു. ബാംഗ്ലൂരിൽ വിളിക്കുന്നത് സാറേ, ഈ കൊല്ലം ഇലക്ഷന് ഏത് പൊട്ടണം നിർത്തിയാലും കോൺഗ്രസ് ജയിക്കും. അത് 10 കൊല്ലം ഭരണത്തിന്റെ ഒരു ക്ഷീണ. 10 കൊല്ലം കെട്ടുമുടിപ്പിച്ചല്ലോ. അത് കാരണം ഇവരുടെ ഒരു വീമ്പത്തരത്തിനെ കൊണ്ട് കോൺഗ്രസ് ജയിക്കുന്നെന്ന് ഒരു സ്വപ്നം കാണണം. ഇല്ല പറഞ്ഞാൽ ഇവർ തല കീഴായി നിൽക്കണം. ഇവർക്കൊന്നും വിജയിക്കാൻ താണിയില്ല, തണ്ടോടമില്ല. പോരാടിയവൻ മുകളിലിരുത്തി. അവൻ അടി കൊണ്ട് കുത്തുകൊണ്ട് കുറെ പദവികൾ കൊണ്ടുവന്നതാ. ഇയാളുടെ വീട്ടിൽ നിന്നോ തറവാട് മുതലോ ഒന്നല്ല. അത്ര കഷ്ടപ്പെട്ട് അവൻ അധ്വാനിച്ച് കൊണ്ടുവന്നവനെ മുകളിലിരുത്തി. അത് ഇവർക്കിപ്പോ ഇവരുടെ പറ്റി പറഞ്ഞു നടക്കണ്ടല്ലോ. നേതാവ് അവൻ കോലി ഗീലി എന്നല്ല പറയണല്ലോ. അവരുടെ മുകളിൽ എന്താ ഇവർ നടപടിക്കെടുക്കാത്തത്? എന്താ അവരുടെ അടുത്ത് നടപടിക്കെടുക്കാത്തത്? അവർക്ക് പറ്റിയാൽ ഒരു സീറ്റ് കൊടുത്ത് ജയിപ്പിക്കാൻ താണ്ടേണ്ടോ അവർക്ക്? അവരെ വെച്ച് ജയിപ്പിക്കാൻ പറയും. ഇവര് ജയിക്കുന്ന നിങ്ങൾ പറയുന്നത് 100% ഉറപ്പ് വെച്ചാൽ ഇവർ ഒന്നും സീറ്റും കിട്ടില്ല, ഒന്നും കിട്ടില്ല. തിരിച്ചും 3ാമത്തെ ഭരണാവും. എന്റെ കണക്കൂട്ടല് കോൺഗ്രസിന് പന്ത് കളിച്ച് CPM-ഉം BJP-യും ഇരുന്നിട്ട് കോൺഗ്രസ് ഇടി ലോകത്തിൽ ഇല്ലാണ്ടായിട്ടുണ്ട്. അത് ഇല്ലാണ്ടാക്കാനായിട്ട് ഇവരുടെ ശ്രമം. ഈ VD സതീശൻ ഇപ്പൊ എന്തെന്ത് ചെയ്യുന്ന ആർക്കറിയാം? ഇപ്പൊ നോക്കിയോളി, കളിക്കുന്ന കളി അങ്ങനെ ആവുക. ഇത് വരുമ്പോ 1 സീറ്റോ 2 സീറ്റോ വേണ്ടി വരും. തൂക്ക് സഭയാ വരുമ്പോ രാഹുൽ മാങ്കൂട്ടനെ വേണം. അവൻ മുഖ്യമന്ത്രി ആവും. മുഖ്യമന്ത്രി തരുന്നോ നാ വരാന്ന് പറയും. ഇല്ല മനം ആർക്കാ വേണ്ട അവന്റെ സൈഡ് പോയിരുന്ന് മുഖ്യമന്ത്രി ആവും. ഉറപ്പിച്ചു വെച്ചോളി, എഴുതി വെച്ചോളി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.